Hello guys, welcome to Wayanad. Yes, Wayanad. This is Ashiapi. ഞങ്ങൾ ചെറിയൊരു ട്രിപ്പിന് വയനാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങൾ 6 പേരാണ് വന്നിട്ടുള്ളത്. കോളേജിൽ പഠിച്ച എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ്. ഇതാണ് സോന, സജി, നസ്വ. ഹായ് പറയൂ. അഷിയാപ്പി അഷിയാപ്പി ഇത് ചാനലാട്ടോ. സബ്രി ഞങ്ങള് വലിയ ഫാനായിരുന്നു. എന്റെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു അനുപ്രിൻസിന്റെ ചാനലിൽ വരണം. അങ്ങനെ എനിക്ക് ഈ കുട്ടി മെയിൽ അയച്ചു. അപ്പൊ മെയിൽ അയച്ചപ്പോ ഈ കുട്ടി ഒരാഴ്ച മുമ്പ് എനിക്ക് മെയിൽ അയച്ചിരുന്നു. അപ്പൊ ഞാൻ തിക്കും തിരക്കിന്റെ ഇടയിൽ മെയിൽ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ കൊളാബ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. താങ്ക് യു. അപ്പൊ ഇതാണ് ഞങ്ങള് സ്റ്റേ ചെയ്യണ സ്ഥലം. ഈ സ്ഥലത്തിന്റെ പേരെന്താ? മൗണ്ട് വേ എന്ന് പറയുന്ന സ്ഥലമാണ്. 900 കണ്ടിയിലാണ്. ഇതാണ് ഞങ്ങളുടെ ഞങ്ങളും 2 റൂമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ ഭയങ്കര ഈ റൂം നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഷട്ടിൽ കളിക്കാം, പിന്നെ ക്യാമ്പ് ഫയറിനുള്ളതുണ്ട്, പിന്നെ ഇതൊക്കെ കണ്ടോ. പിന്നെ ബാക്കിൽ ഒരു വാട്ടർ സ്ട്രീം ഉണ്ട്. അത് കാണിക്കണമെങ്കിൽ കുറച്ചധികം പോകണം. ഇവിടെ ടെന്റുകളുടെ ഫെസിലിറ്റീസ് ഉണ്ട്. ഭയങ്കര സെറ്റപ്പാട്ടോ, ഭയങ്കര നല്ല രസമുണ്ട്. പിന്നെ ഭയങ്കര തണുപ്പുണ്ട്. ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ റൂമിന്റെ ഇതാണ് ഞങ്ങളുടെ റൂം. ഇതാണ് സ്ട്രീം, കാണാണ്ടാവൂല്ലേ. ഇതിന്റെ സൗണ്ടൊക്കെ ഉണ്ട്. പിന്നെ ഭയങ്കര തണുപ്പാണ്. ഇപ്പൊ 2-3 ദിവസമായിട്ട് മഴ പെയ്തതുകൊണ്ട് തന്നെ നല്ല തണുപ്പും നല്ല രസമുണ്ട്. അപ്പൊ ഞങ്ങള് 2 ദിവസത്തേക്കാണ്, നാളെ പോവും. അപ്പോൾ എല്ലാ വിശേഷങ്ങളും കാണിച്ചു തരാം. ഓക്കെ, ബൈ. ഇതാണ് ഞങ്ങളുടെ സബ്രീൻ, ഞങ്ങളുടെ ലോയറാണ്, വലിയ ഒരു ഉദ്യോഗസ്ഥയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ ആണ്. വലിയൊരു റാങ്ക് ഹോൾഡർ ഒക്കെയാണ്. അപ്പോ എത്ര പൈസ കൊടുത്തിട്ടില്ല. അപ്പൊ ഇതാണ് സബ്രി, ഞങ്ങളുടെ ചിരി, ബഹളം, കളി, ചിരി. രഹസ്യ ചർച്ചകൾ നമ്മൾ അങ്ങനെ സമ്മതിച്ചു കൊടുക്കുന്നതല്ല. പിന്നാലെ പോയി കേൾക്കാനുള്ള ഈ ശ്രമമാണ് നമ്മുടെ. ഓക്കെ, ഇപ്പൊ ഞങ്ങൾ പോകുന്നത് ഡെസേർട്ട് അല്ല, ഫോറസ്റ്റ് സഫാരി. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ ഉണ്ട്. ഫോറസ്റ്റ് സഫാരി എന്ന് പറഞ്ഞിട്ട് നടന്നിട്ടാണ് തോന്നുന്നുണ്ട് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ഭയങ്കര വൈബാലോ, എന്തിട്ടാണാവോ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ സഫാരിക്ക് പോവാം. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. അത്ഭുതകരമായ ഒരു ഫൗണ്ടെയിനാണ് ഈ നാട്ടിൽ ഞങ്ങൾ ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കണ്ട് അത്ഭുതപ്പെട്ട് എല്ലാവരും ഓടുകയാണ്. ഇതിപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ഈ എസ്റ്റേറ്റ്. ഇവിടുത്തെ റിസപ്ഷൻ. ഇവിടെ ഇങ്ങനെ ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഓരോരോ സെറ്റ് പൊക്കോണ്ടിരിക്കുകയാണ് സഫാരിക്ക്. ഇവിടെ ഈ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി വരും. കാരണം ഇപ്പോൾ വെളിച്ചല്ലേ, അപ്പോൾ കാണില്ല. ഇവിടെയാണ് ടെൻ്റ് ഏരിയാസ്. ഇവിടെ ഇങ്ങനെ കുറേ ടെൻറ്റുകളുണ്ട്. പക്ഷെ അവിടെ താമസിക്കാൻ വലിയ രസം ഉണ്ടാവില്ല, മറ്റേ അട്ടയ്ക്കാം. പിന്നെ അവിടെ കണ്ടോ, അവിടെയും ഈ ഒരു ഊഞ്ഞാല്, പിന്നെ ഇവിടെ ക്യാമ്പ് ഫയർ, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ കല്ല്, മരമൊക്കെ ഉണ്ട്. അങ്ങനെ ഭയങ്കര ഗൈസ്, ഞങ്ങൾക്ക് പേടിയാവുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ട്രെക്കിങ് പോകുന്നത് മൊത്തം അട്ടയായിരിക്കും. ഇത് ഉറപ്പായിരിക്കില്ലേ ഇവിടെ അട്ട ഉണ്ടാവുന്നത്? പക്ഷെ എന്താ ചെയ്യാ, ഇവിടെ നിറച്ച അട്ടയായിരിക്കും. പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓ, എന്തൊരു ഭംഗിയാടി ഇതിൽ കാണാൻ, ഓരോരുത്തർ നടന്നു പോണേ. അതറിയില്ലേ? ഗൈസ്, ഞങ്ങളൊരു ഫോറസ്റ്റ് സഫാരിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ശരിക്കും ഇതൊരു കാട് തന്നെയാണ് ഇവിടെ. എന്തായാലും ഉറപ്പായിട്ട് ഒട്ടയുണ്ട്. മാതാവേ, ഡി ഉറപ്പല്ലേ? എവിടെ ഒട്ട? അഷിയ ഒന്ന് പിടിക്കോ? വല്ലാണ്ട് വീഡിയോ എടുക്കൽ നടക്കില്ല. കാരണം
കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടാണ് പോകുന്നത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. സൂപ്പർ. ഹായ്, എന്ത് രസാ. ഗൈസ്, സത്യം പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനാണെങ്കിൽ പകുതി സ്ഥലം കാണാൻ വരെ മറന്നു. ഞാൻ ആകെ തിക്കുന്തരക്കായിട്ട് ഓടി പറഞ്ഞു വാവ് വാവ്. നല്ല രസമുണ്ട്. എത്ര അട്ട കടിച്ചൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല രസമുണ്ട്. അയ്യോ, ഞാൻ ഈ ഫോൺ എപ്പോൾ എടുത്താലും അപ്പം എനിക്കൊരു ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ വരികയാണ്. അതാണ് ഞാനിപ്പോൾ ഇത്ര നേരം ഫോൺ മാറ്റി വെച്ചപ്പോൾ ഞാൻ ഭയങ്കര കൂളായിട്ട് നടന്നേ. എത്തിയപ്പോഴും ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങളിതൊന്നും കണ്ടില്ലാന്ന്. അപ്പം ഞങ്ങളിതെല്ലാം കാണാൻ വേണ്ടി ഒന്ന് നിന്നു. നല്ല രസമുണ്ട് കേട്ടോ. തന്നെ ഒരു വിഷ്വല് മാറ്റില്ല. അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി ഞങ്ങളുടെ ട്രക്കിംഗ് ആണോ എന്താണെന്നറിയില്ല കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ഒരു സൂപ്പർ ഇതായിരുന്നു. ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ആൾക്കാർ നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലൈറ്റ് ഇട്ടിട്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഡൈനിങ് ഏരിയയ്ക്ക് പോവാണ് ഫുഡിന് വേണ്ടിയിട്ട്. സത്യത്തിൽ ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടില്ല. ഈവനിങ് സ്നാക്സിന് വേണ്ടിയിട്ട് ബിസ്ക്കറ്റും. അപ്പം അതിന് വേണ്ടി ഞങ്ങൾ ഡൈനിങ് ഏരിയ പോവാണ്. അതാണ് ഈ സ്ഥലമാണത്. പോയി നോക്കട്ടെ ഉള്ളിൽ എങ്ങനെയാണ്. ഗൈസ്, അങ്ങനെ അട്ടകടി കുട്ടകടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇവിടെ ആക്ടിവിറ്റിയാണ്. ബാഡ്മിൻ്റൺ കളിക്കുകയാണ്. ഒന്നും കാണാനില്ല എനിക്കറിയാം, എന്നാലും ഞങ്ങൾ ഫുഡ് കഴിച്ച വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഫുഡ് കഴിച്ച വീഡിയോ എടുക്കാൻ പറ്റിയ എന്താണെന്ന് വെച്ചാൽ ഫുഡ് കണ്ടപ്പോൾ അതൊക്കെ മറന്നു. ഇപ്പം ഞങ്ങൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഇനി ഇവിടെ ഇരുന്ന് സൊറ പറഞ്ഞിരിക്കാൻ പോവാണ് എല്ലാവരും കൂടി. എന്നിട്ട് നാളെ രാവിലെ എന്നിട്ടുള്ള പരിപാടി നാളെ കാണിച്ചു തരാം. ഓക്കെ, ബൈ. സോനസജി കം ഫസ്റ്റ്. जो हो रहा है पहली दफा है